ഹലോ, ക്ലോത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റീസൈക്ലിംഗ് ഓർ റീയൂസിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പഴയ ഷർട്ടാണ്. അപ്പോൾ അതിനൊരു ടോപ്പാക്കി കൺവേർട്ട് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോർമലായിട്ടൊരു കോട്ടൺ ലൈനിങ്ങിൽ നിങ്ങളൊരു ബേസിക് ബോഡീസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മളുടെ ഒരു അളവ് അനുസരിച്ചുള്ളൊരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡർ നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ ഒരു 6.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. 5.5 ഇഞ്ച് നമ്മൾ മിഡാം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ലൂസ് ഞാൻ അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 8.5 ഇഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് യോക്ക് ലെങ്ത്ത്, ടോപ്പിന് എത്രയാണോ യോക്ക് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്തതിന് ശേഷം സീം അലവൻസ് വിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മളുടെ ഈ പഴയ ഷർട്ട് ഉണ്ടല്ലോ അത് നന്നായി അയൺ ചെയ്തിട്ട് അതിന് നമ്മളുടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഷർട്ടിൻ്റെ 2 സ്ലീവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മളുടെ ഷർട്ടിൻ്റെ സൈഡിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു സ്റ്റിച്ചും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാണ് ആ ഒരു ബേസിക് ബോഡീസ് ഉണ്ടല്ലോ അതിൻ്റെ നെക്കിൻ്റെ അളവ് ഒരു 3 ഇഞ്ചോളം നമ്മൾ മടക്കി വെച്ചിട്ട്, അതായത് നെക്കിൻ്റെ പോർഷനിൽ സ്ലീവായിട്ട് നമ്മൾ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പം 3 ഇഞ്ച് കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ 3.5 ഇഞ്ച്, നിങ്ങൾക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് കുറച്ച് വെച്ച് സ്ട്രെയിറ്റ് നമ്മളൊന്ന് വരച്ചിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ബേസിക് ബോഡീസ് വെച്ചിട്ട് അടിയിലെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതും കട്ട് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ ആ കേവ്നെസ്സും കൂടിയും കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മളുടെ നെക്കിൻ്റെ വൈഡാണ് കേട്ടോ നമ്മൾ മെഷർ ചെയ്യണത്. അപ്പോൾ ഒരു 3.5 ഇഞ്ചാണ് ഞാൻ വൈഡ് കൊടുത്തതാണ്. ആ ഒരു 3.5 ഇഞ്ചിന് ശേഷം നന്നായി കേവ് ചെയ്ത് ആം ഹോളിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കേവ് ചെയ്ത് വരയ്ക്കണം. ശേഷം നമ്മൾ സ്ലീവ് 2 കട്ട് ചെയ്ത് മാറ്റി വെച്ചാണത്. ഇതുപോലെ അതിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ കാഫും കൂടി ആ സ്ലീവിൻ്റെ ഒരു എൻഡിൻ്റെ പോർഷൻ തന്നെ ഇതുണ്ടല്ലോ അതും കൂടിയും കട്ട് ചെയ്തിട്ട് ബാലൻസ് ഒരു സ്ക്വയർ പീസായിട്ട് നമ്മളുടെ സ്ലീവ് 2 കട്ട് ചെയ്തെടുക്കണം. പക്ക സ്ക്വയറിൽ തന്നെ ആ ഒരു പീസ് വരാൻ നോക്കണം കേട്ടോ. കാരണം എക്സ്ട്രാ ഉള്ള എല്ലാ പീസും കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സ്ക്വയർ പീസിനെ വീണ്ടും നമ്മൾ 2 ഈക്വൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ആ സ്ക്വയർ പീസിനെ 2 പീസാക്കുക. അപ്പോൾ ഒരു സ്ലീവിന് 2 പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ ബാലൻസ് ഉള്ള ആ കോളറിൻ്റെ പോർഷനിൽ നിന്ന് നമ്മൾ നെക്ക് മടക്കടിക്കാനുള്ള ഒരു പീസ്, ഒരു 3 പീസ് നമ്മളുടെ ഒരു 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നെക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നല്ല ഭാഗത്ത് ആ ഒരു പീസ് വെച്ചതിന് ശേഷം ആദ്യം അറ്റാച്ച് ചെയ്യുക. ശേഷം നമ്മൾ നോർമലി നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യുമല്ലോ അതുപോലെ തന്നെ മടക്കി തിരിച്ച് മറിച്ച് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെക്കിൻ്റെ ഭാഗം ഫിനിഷിങ് ആണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനും ഇതുപോലെ പീസ് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം. ഫ്രണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹുക്കിൻ്റെ പോർഷൻ വരുന്നുണ്ട് അവിടെ ഒന്നൊരു കുറച്ചധികം വിട്ടിട്ട് ഇതുപോലെ മടക്കി അടിച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നെക്ക് 2 ഫിനിഷ് ചെയ്തതിന് ശേഷം അത് 2 ഒരുമിച്ച് വെച്ചിട്ട് സൈഡ് സീം അലവൻസ് നമ്മൾ എത്രയാണോ വിട്ടേണേ ആ മാർക്ക് ചെയ്തേണ പോർഷൻ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് തന്നെ സ്ലീവ് 2 പോർഷൻ ഉണ്ടല്ലോ ആ ഒരു 2 പീസ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ഒരു പീസാക്കി എടുക്കണം. ടോട്ടൽ നമ്മൾ 4 പീസാണ് കട്ട് ചെയ്ത് വെച്ചത്. അതിൽ 2 എടുത്തിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം നമ്മളൊരു 3/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അവിടെയാണ് നമ്മൾ ഷോൾഡറിലോട്ടുള്ള ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3/4 ഇഞ്ചിൽ നിങ്ങളുടെ ഇലാസ്റ്റിക് എത്രയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡ് പോർഷൻ നോർമലി നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം.
രണ്ട് ഭാഗവും മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിടുക. ശേഷം നമ്മളുടെ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ കേവ് നമ്മൾ ഇതുപോലെ സ്ലീവിലോട്ട് വെച്ചിട്ട് ആ ഒരു അളവിൽ തന്നെ സ്ലീവും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ശേഷം നമ്മളുടെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, നെക്ക് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 6 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി സീം അലവൻസ് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാനൊരു 7 ഇഞ്ചിൽ നമ്മളുടെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 3/4 ഇഞ്ചിൽ നമ്മൾ ഫോൾഡിങ് വിട്ടേണ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ സ്ലീവിൻ്റെ പോർഷനിൽ, അതിൽ നമ്മൾ ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇലാസ്റ്റിക് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പോർഷൻ്റെ എൻ പോർഷൻ മൊത്തം നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫുൾ ഇലാസ്റ്റിക് ഇതുപോലെ നമ്മൾ കയറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇലാസ്റ്റിക്കിൻ്റെ ഫുള്ള് നമ്മൾ ഇതുപോലെ കയറ്റി കഴിഞ്ഞാൽ ആ ഒരു എൻഡ് പോർഷനും ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ ബൈസെപ്സിൻ്റെ അളവ്, കൈയുടെ റൗണ്ടിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയെടുത്തിട്ട് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം ഇലാസ്റ്റിക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് 12 ഇഞ്ചാണെങ്കിൽ 13 ഇഞ്ചിൽ വേണം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ. ഇലാസ്റ്റിക് നന്നായി വലിച്ച് പിടിച്ചടിച്ചാൽ മാത്രമാണ് നമ്മളുടെ ആ ഫോൾഡിങ്, സ്ലീവിൻ്റെ ഫോൾഡിങ് നന്നായി വരുള്ളൂ. അപ്പോൾ അത് മറക്കരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് നല്ല രീതിയിൽ തന്നെ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ച് അടിക്കുക. അപ്പോൾ നമ്മളുടെ പഫ് സ്ലീവ് റെഡിയാണ്. ഇതുപോലെ നമ്മൾ 2 ഭാഗത്തും ഇലാസ്റ്റിക് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ സ്ലീവിൻ്റെ ഒരു റൗണ്ട് ഉണ്ടല്ലോ, 12 ഇഞ്ചാണെങ്കിൽ 12 ഇഞ്ച് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ടോപ്പിൻ്റെ ആ ഒരു സൈഡ് ജോയിൻ ചെയ്താണ് ആ കർവ് ഉണ്ടല്ലോ, ആ കർവിൻ്റെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ആ പോർഷനിൽ തന്നെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പോർഷനും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു റൗണ്ട് ജോയിനിങ് കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡറോട് കൂടിയിട്ട് നമ്മളുടെ സ്ലീവ് ഫിനിഷിംഗ് ആണ് കേട്ടോ. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ ടോപ്പിൻ്റെ അടിപ്പോർഷൻ നമ്മൾ ഫോൾഡ് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്